ലിറ്ററസി വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 11. യുക്തിയുടെയും ദാർശനികതയുടെയും മാനവികതയുടെയും പിൻബലത്തിൽ മലയാള നിരൂപണ സാഹിത്യത്തിൽ പുതിയ വഴിത്താര വെട്ടിത്തുറന്ന പ്രസിദ്ധ സാഹിത്യകാരൻ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ഓർമ്മദിനം. എറണാകുളം ജില്ലയിലെ കുന്നുകര പഞ്ചായത്തിലെ കുറ്റിപ്പുഴയിൽ 1900 ഓഗസ്റ്റ് 1 ഊരുമനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിയുടെയും കുറുങ്ങാട്ടോ ദേവകി അമ്മയുടെയും മകനായി കൃഷ്ണപിള്ള പൂജാതനായി. അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പുരോഗമനപരമായ കാഴ്ചപ്പാടോടെ കലയെയും സാഹിത്യത്തെയും സമൂഹത്തെയും നോക്കിക്കണ്ടു. ആലുവ അദ്വൈതാശ്രമത്തിൽ അധ്യാപകനായിരുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുവുമായുണ്ടായിരുന്ന അടുപ്പത്തിലൂടി അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ തൂലിക ചലിപ്പിക്കാനുള്ള കരുത്ത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ആർജിച്ചെടുത്തു. മാർക്സിയൻ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ നിരൂപണ ശൈലി സ്വീകരിച്ച കുറ്റിപ്പുഴ കൃഷ്ണപിള്ള യുക്തിവാദവും സോഷ്യലിസ്റ്റ് ചിന്താഗതിയും മാനവിക മൂല്യങ്ങളും ഹൃദയവിശാലതയും ഉൾക്കൊണ്ട് സാഹിത്യരചന നടത്തിയ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു. വിചാര വിപ്ലവം, വിമർശന രശ്മി, നിരീക്ഷണം, ചിന്താതരംഗം, നവദർശനം, യുക്തിവിഹാരം തുടങ്ങിയ നിരവധി കൃതികളുടെ കർത്താവായ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള റിയലിസ്റ്റിക് രചനാസങ്കേതങ്ങൾ സാഹിത്യത്തിൽ അനിവാര്യമാണെന്ന് വിശ്വസിച്ചിരുന്നു. കോളേജ് അധ്യാപകൻ, നിരൂപകൻ, എഴുത്തുകാരൻ, ചിന്തകൻ, യുക്തിവാദി, ദാർശനികൻ, സോഷ്യലിസ്റ്റ് എന്നീ നിലകളിൽ മലയാള സാഹിത്യത്തിലെ ഉജ്ജ്വല നക്ഷത്രമായിരുന്ന കുറ്റിപ്പുഴ കൃഷ്ണപിള്ള 1971 ഫെബ്രുവരി 11 ലോകത്തോട് വിടവാങ്ങി.